ഇപ്പോൾ ഗോപികയും ജിപിയും അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനുള്ള തിടുക്കത്തിലാണ്. നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിലേക്കാണ് ഇവരുടെ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പ്. തൃശ്ശൂരുള്ള ഇവരുടെ വിവാഹം നടന്ന അന്ന് തന്നെ രാത്രി ഇവർ പട്ടാമ്പിയിലെ ജിപിയുടെ വീട്ടിലേക്ക് എത്തി. അതുതന്നെ വലിയൊരു ദൂരമായ യാത്രമായി തന്നെ ഇവർ കണ്ടു. അതിനുശേഷം കോഴിക്കോടുള്ള ഗോപികയുടെ വീട്ടിലേക്കും എത്തി. അവിടുന്ന് എറണാകുളം, അവിടുന്ന് ബാംഗ്ലൂർ, ഇപ്പോൾ ദാ നേപ്പാൾ. വല്ലാത്ത കറക്കത്തിലാണ് ഗോപികയും ജിപിയും എന്ന് പറയുന്നു. ഹണിമൂൺ ആഘോഷിച്ചു തുടങ്ങിയെന്നും ബുദ്ധന്റെ അടുത്ത് നിന്ന് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ് ഇവരുടെ ആഘോഷമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു. എന്നാൽ ബുദ്ധ ടെമ്പിളിൽ പോയപ്പോൾ ഗോവിന്ദ് പത്മസൂര്യ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. ഗോപിയുടെ മനസ്സ് കവർന്ന കുസൃതി ചെറുക്കനെന്നാണ് ഈ വീഡിയോയെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്നത്. വീഡിയോ കണ്ട ഉടനെ തന്നെ പ്രേക്ഷകർ ഇത് ഏറ്റെടുത്തു. ഷൂട്ടഡ് സൈറ്റ് വാസ് ദ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സിനിമാ ക്യാപ്ഷനാണ് ഇപ്പോൾ ഗോപികയുടെ ഒപ്പം പങ്കുവച്ചിരിക്കുന്നത്. ഗോപിക അവിടെ കാട്ടിൽ കയറിയപ്പോൾ ഒരു പയ്യനുമായി കളിക്കുകയായിരുന്നു. വെടിവെച്ച് കളിക്കുന്ന പരസ്പരമുള്ള കുട്ടികളെ കണ്ട് ഇപ്പോൾ ജിപി തന്നെ ഇത് പങ്കുവച്ചിരിക്കുകയാണ്. ഗോപികയുടെ മനസ്സ് കവർന്ന കുസൃതി ചെറുക്കൻ. ആകാശത്ത് രണ്ടുപേരും ചേർന്ന് കളിക്കുന്നത് ജിപി തന്നെ രസകരമായി പകർത്തി. ചിരി അനക്കാതെ ജിപിയും വീഡിയോ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇത് കണ്ട ഉടനെ തന്നെ പ്രേക്ഷകരും ഗോപികയുടെ കുസൃതി ഏറ്റെടുത്തു. വളരെ ഇൻട്രോവേർട്ടായ, അധികം ആരോടും സംസാരിക്കാത്ത, പൊതുവെ ശാന്തസ്വരൂപിണിയായ ഒരു വ്യക്തിയാണ് ഗോപിക. അതുകൊണ്ട് തന്നെ പുറത്ത് കുട്ടികളുടെ ഒപ്പം കുട്ടിക്കളി കളിക്കുന്ന കാണുമ്പോൾ പ്രേക്ഷകർക്കത് കൂടുതൽ രസമായി തോന്നുന്നു. ഗോപിക ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഞങ്ങളിപ്പോൾ കാണുന്നതെന്നും അതിൽ ജിപി ചേട്ടനോടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദിയെന്നും അവർ കുറിച്ചു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവർ ആഘോഷിക്കാനുള്ള തിടുക്കത്തിലാണ്. ഹണിമൂണിന്റെ തിടുക്കം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ വീട്ടിലെ ചടങ്ങുകളും കഴിഞ്ഞ് വീട്ടുകാരോട് യാത്ര പറഞ്ഞ് അടിച്ചു പൊളിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇവർ നേപ്പാളിലേക്ക് തിരിച്ചത്. ഗോപികയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഗോപികയുടെ കുടുംബത്തിലെ ആദ്യ വിശേഷമായിരുന്നു ഗോപികയുടെ കസന്റെ മകൾ അക്ഷരയുടെ പിറന്നാൾ. ആ പിറന്നാളും കൂടി ഗംഭീരമായി ആഘോഷിച്ചതിന് ശേഷമാണ് ഇരുവരും നേപ്പാളിലേക്ക് പറന്നത്. നേപ്പാളിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവർ വീഡിയോ സഹിതം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഗോപിക സൂര്യാസ്തമയത്തിന്റെയും സൂര്യോദയത്തിന്റെയും വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഇവർ പോവുകയാണെന്ന് മനസ്സിലായി. എങ്ങോട്ടാണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലായി നേപ്പാളാണെന്ന്. നേപ്പാളിലേക്ക് എത്തിയപ്പോൾ തന്നെ നിരവധി പേര് ഇവരെ സഹായിക്കാനും അവിടെയുണ്ട്. അവിടെ സഹായിക്കാൻ എത്തിയവരുടെ കാര്യങ്ങളും ഇവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവരെ ക്ഷണിക്കാനും ഇവർക്ക് ഫുഡ് വാങ്ങി നൽകാനും ഒക്കെ എല്ലാവരും നേരത്തെ കാര്യങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ ഗോപികയുടെ രസകരമായ വീഡിയോ ജിപി പങ്കുവച്ചതിലൂടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് എല്ലാം. ഗോപിക രസകരമായി തന്നെ ഇതിൽ ഇരിക്കുന്നുവെന്നും കുട്ടികളോട് കളിക്കുമ്പോൾ ഗോപിക വളരെ കുഞ്ഞായി തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. അല്ലെങ്കിൽ അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരിയാണ്. എല്ലാവരെയും നോക്കി ചിരിക്കും. എന്നാൽ ജിപി അങ്ങനെയല്ല. വളരെ എക്സ്ട്രോവേർട്ടായി എല്ലാവരോടും വളരെയധികം സംസാരിക്കുന്ന വ്യക്തി, സോഷ്യലായി നിൽക്കുന്ന ഒരു വ്യക്തി. ഒരു ആങ്കർ എന്ന നിലയിൽ ഗോവിന്ദ് പത്മസൂര്യ അങ്ങനെ മികച്ചു തന്നെ നിൽക്കാറുണ്ട്. എന്നാൽ തീരെ ഓപ്പോസിറ്റ് സ്വഭാവമായ ഗോപിക ഇപ്പോൾ ഇതാ അറിയാത്ത കുട്ടികളോട് സംസാരിക്കുന്നത് കാണുമ്പോൾ ജിപി ഗോപിക ഇതെല്ലാം പഠിപ്പിച്ചോ എന്നാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. നിരവധി പേരാണ് ഗോപികയുടെ ഈ വീഡിയോ ക്യൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യൂട്ട് വീഡിയോ നിമിഷങ്ങൾക്കകമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതും. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഗോപികയുടെ ഈ പുത്തൻ വീഡിയോ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.